നിങ്ങളുടെ വാഹനത്തിന്റെ എ.സിയുടെ തണുപ്പ് കുറവാണോ? അതും പിന്നെ വാഹനത്തിന്റെ എ.സിയുടെ എയർ ഫ്ലോ വളരെയേറെ കുറവാണോ? പിന്നെ വാഹനത്തിൽ കയറുമ്പോൾ തുമ്മൽ, ജലദോഷം, അലർജി തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് വാഹനത്തിന്റെ എ.സി ഫിൽട്ടർ. ഇത് നിർബന്ധമായും ചെക്ക് ചെയ്യണം. ഈ ഒരു എ.സി ഫിൽട്ടറിന്റെ കണ്ടീഷൻ വളരെയേറെ മോശമായാൽ ഇതുപോലെ തന്നെ വാഹനത്തിന്റെ എ.സിയുടെ കൂളിംഗ് കുറവ്, എ.സിയുടെ എയർ ഫ്ലോ കുറവ്, പിന്നെ അലർജി തുടങ്ങിയ ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. ഇനി ഈ ഒരു എ.സി ഫിൽട്ടർ എങ്ങനെ ചെക്ക് ചെയ്യാം, അതെങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ഈ ഒരു എ.സി ഫിൽട്ടർ ഈ ഒരു ഗ്ലൗ ബോക്സിന്റെ പുറകുവശത്തായിരിക്കും. എന്നാൽ മറ്റു ചില കാറുകൾക്ക്, അതായത് ഫോക്സ് വാഗന്റെ പോളോ, പിന്നെ റെനോ തുടങ്ങിയ കാറുകൾക്ക് ഈ ഒരു ഡ്രൈവർ സൈഡോ അല്ലെങ്കിൽ പാസഞ്ചർ സൈഡോ സീറ്റിന്റെ ഈ ഒരു ഭാഗത്തായി ഓപ്പൺ ചെയ്യേണ്ട ഒരു പോർഷൻ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്താൽ ആ ഒരു എ.സി ഫിൽട്ടർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലൗ ബോക്സിന്റെ പുറകുവശത്ത് വരുന്ന ടൈപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഗ്ലൗ ബോക്സ് ഓപ്പൺ ചെയ്യുക. ഈ ഗ്ലൗ ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഗ്ലൗ ബോക്സ് അഴിച്ചു മാറ്റേണ്ടതുണ്ട്. അഴിച്ചു മാറ്റാൻ ചെയ്യേണ്ടത് ഈ രണ്ട് വശത്തുകൂടി പ്രസ് ചെയ്ത് മുൻപോട്ടേക്ക് വലിച്ചാൽ ഈ ഒരു ഗ്ലൗ ബോക്സ് ഊരിയെടുക്കാൻ സാധിക്കും. അതാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായി ചെയ്യേണ്ടത് ഈ രണ്ട് വശത്തുകൂടി ഇങ്ങനെ പ്രസ് ചെയ്യുക. കണ്ടില്ലേ? ഇങ്ങനെ പ്രസ് ചെയ്ത് എടുത്താൽ ഈ ഗ്ലൗ ബോക്സ് അഴിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ പൂർണ്ണമായി അഴിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ? ഇപ്പോൾ ഗ്ലൗ ബോക്സ് പൂർണ്ണമായി അഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഒരു ഭാഗമുണ്ട്. ഇപ്പോൾ മറ്റേ എക്സറീസിന്റെ മറ്റു വയറാണ്. ഞാൻ വിശദമായി കാണിച്ചു തരാം. കണ്ടില്ലേ? ഈ ഒരു ഭാഗമാണ് എ.സിയുടെ ഫിൽട്ടർ ചേഞ്ച് ചെയ്യേണ്ട ഭാഗം. ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടാവും. ഒരു ക്ലിപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ അപ്പ് എന്നൊരു ഭാഗം കാണുന്നുണ്ടാവും. ഈ ഒരു ഏരോ മാർക്ക് ശ്രദ്ധിക്കുക. കണ്ടില്ലേ? ഇതാണ് എ.സി ഫിൽട്ടർ. ഇതിന് ഡയറക്ഷൻ എഴുതിയിട്ടുണ്ടാവും. എയർ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ താഴെ ഭാഗത്താണ്. ഈ എയർ ഫിൽട്ടർ ഇടേണ്ട രീതി ഇങ്ങനെയാണ്. ഈ അപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിങ്ങനെ വലിച്ചെടുത്താൽ ഊരാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു വൃത്തികേടുമില്ല. ഇത് പുതിയ ഫിൽട്ടറാണ്. ഇത് ചേഞ്ച് ചെയ്തിട്ട് ഏകദേശം 1 മാസം പോലും ആകുന്നില്ല. 2-3 ആഴ്ച മുമ്പേ ചേഞ്ച് ചെയ്തതാണ്. ഇത് വളരെയേറെ മോശമായിരിക്കും. നിങ്ങൾ 1 വർഷമോ 6 മാസം കഴിയുമ്പോഴൊക്കെ വളരെയേറെ മോശമായിരിക്കും ഇതിൻ്റെ കണ്ടീഷൻ. ഇതൊന്ന് ചെക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യുക. നമുക്ക് ഇതാണ് നമ്മുടെ എ.സിയുടെ ബ്ലോവർ. ഇതാണ് എയർ സക്ക് ചെയ്യുന്നത്. നമ്മൾ ഇൻസൈഡ് സർക്കുലേഷൻ ഇടുമ്പോൾ ഈ ഒരു കാലിൻ്റെ ഭാഗത്തൂടെ എയർ എടുത്ത് ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്ത് തരും. എക്സ്റ്റേണൽ മോഡ് ഇടുമ്പോൾ എക്സ്റ്റേണൽ എയർ ആയിരിക്കും ഇതിലൂടെ വലിച്ചെടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഇത് കയറ്റി ഇടുക. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ എളുപ്പമാണ്. ഇനി ഒരു കവർ നമ്മൾ എടുത്ത പോലെ തന്നെ തിരിച്ചു വെക്കാം. പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു ഗ്ലൗ ബോക്സ് തിരിച്ച് ഫിറ്റ് ചെയ്യാം. വളരെ എളുപ്പമാണ്. ഇവിടെ ഈ ഒരു 2 ക്ലാമ്പ് ഫിറ്റ് ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് മുകളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയുള്ള കാര്യം. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് നോർമൽ തന്നെ ക്ലോസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ വാഹനത്തിൻ്റെ എ.സി ഫിൽട്ടർ ചേഞ്ച് ചെയ്യാൻ. ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.